ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കാർലോ ഒപ്റ്റിക്കസ്. ദിവ്യകാരുണ്യം എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇന്റർനെറ്റിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇദ്ദേഹത്തെ ഇന്റർനെറ്റിന്റെ മധ്യസ്ഥൻ എന്നും വിളിക്കുന്നു. വിശുദ്ധ ജർമ്മനി കസിൻ. വിശുദ്ധ കുർബാനയോടുള്ള തന്റെ തീവ്രമായ സ്നേഹത്തെക്കുറിച്ച് അവൾ ഇപ്രകാരം വിശ്വസിച്ചിരുന്നു: എൻ്റെ ഏക സന്തോഷം വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നതാണ്. അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുന്നതാണ് എൻ്റെ സ്വർഗം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അൾത്താരയിൽ എഴുന്നള്ളിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തോട് അതിയായ ഭക്തിയുണ്ടായിരുന്ന ഇദ്ദേഹം പള്ളികൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും തിരുപാത്രങ്ങൾ ആദരവോടെ കൈകാര്യം ചെയ്യുന്നതിനും അതീവ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു: മനുഷ്യൻ ഭയപ്പെടട്ടെ, ലോകം മുഴുവൻ വിറയ്ക്കട്ടെ, സ്വർഗം ആനന്ദിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പത്തിന്റെ രൂപത്തിൽ അൾത്താരയിൽ പുരോഹിതന്റെ കൈകളിൽ ആയിരുന്നു. വിശുദ്ധ മദർ തെരേസ. താൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജം ദിവസവും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയാണ് ലഭിക്കുന്നതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അൾത്താരയിലെ അപ്പത്തിന്റെ രൂപത്തിൽ